മാമച്ചായൻ്റെ അനിയനും ഭാര്യയും കൂടെ ഗ്രേസമ്മയ്ക്കും മാമച്ചായനും പറഞ്ഞു കൊടുക്കുന്നത് രേവതിക്കുട്ടീനെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയാണെങ്കിലും അവർ പറയുന്നതിന് അങ്ങ് അനുകൂലിച്ച് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങളിതെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചോളാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് അവർ പോകാൻ ഇറങ്ങിയിട്ട് റോണീനെ അവിടെ നിർത്തുന്ന കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് രാവിലെയും വൈകിട്ടൊക്കെ ഫുഡ് കൊടുക്കണ്ടേ, അപ്പോൾ അത് ആരുണ്ടാക്കി കൊടുക്കുമെന്ന് ഗ്രേസമ്മ ചോദിക്കുന്ന സമയത്ത് അതിനിവിടെ സെർവൻറ്റിന് വെച്ചിട്ടില്ലേ എന്ന് സിൽവി പറയുന്നുണ്ട് കേട്ടോ. മാമച്ചായൻ്റെ അനിയൻ്റെ ഭാര്യയുടെ പേര് സിൽവി എന്നാണ്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കൊള്ളത്തില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, അവളെ പിരിച്ചു വിടാൻ പോവുകയാണ് എന്ന് പറയട്ടെ ഗ്രേസമ്മ. അപ്പോൾ സിൽവി പറയാണ് അവളെ പിരിച്ചു വിടണം എന്നൊന്നും പറഞ്ഞില്ല, സൂക്ഷിച്ചോളണം എന്നേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു നമ്മളെന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് പേടിയാവുകയാണ്, അതുകൊണ്ട് അവളെ പിരിച്ചു വിടുകയാണെന്ന് പറയട്ടെ. അപ്പോൾ സിൽവി ചോദിക്കുന്നുണ്ടായിരുന്നു അവളെ പറഞ്ഞു വിട്ടാലും വേറെ സെർവൻറ്റിനെ വെക്കണ്ടേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയ്ക്കും മാമച്ചായനും റോണീനെ അവിടെ നിർത്താൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് റൂമും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ ഇവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇവിടെ ഇവനുണ്ടെങ്കിൽ നമുക്ക് ഹന്നമോളയും കൂടി ഇവിടെ കൊണ്ട് നിർത്താം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ കുടുംബക്കാർ മൊത്തം സ്ഥിരമായിട്ട് താമസിക്കാനുള്ള പരിപാടിയാണോ എന്നും മാമച്ചായൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെയാണെങ്കിലും എൻ്റെ ചേട്ടൻ്റെ വീടല്ലേ എന്നിങ്ങനെ അനിയൻ ചോദിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ വീടൊക്കെ തന്നെയാണ്, പക്ഷേ ഇത് തറവാടൊന്നല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ അവകാശം കൂടി വേണമെന്ന് പറഞ്ഞേക്കരുത് എന്ന് പറയുമ്പോൾ മാമച്ചായൻ്റെ ഒരു തമാശ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്കൊന്ന് ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ റോണീനെ അവിടെ നിർത്താൻ താല്പര്യമില്ല എന്നൊക്കെ. പിന്നെ അവർ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ നിർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു പരാതിയും ഇങ്ങനെ ഇങ്ങോട്ട് പറയാൻ നിൽക്കരുത് എന്ന് പിന്നെ മാമച്ചായം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ആവശ്യമാണ്, ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അനന്യയാണെങ്കിലും മനുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. കമലയ്ക്കാണെങ്കിലും അനന്യനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അനന്യനെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന്. പാൻറ്റിക്ക് അത് വെറുതെ തോന്നാതെ അമ്മ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട് എന്നാണ്, അത് അമ്മമാർ അങ്ങനെ പറയുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മനു ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. മനു താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു മുകളിൽ നിന്ന് അനന്യ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു, നീ വരുന്നത് ഞാൻ കണ്ടു എന്ന് പറയും. അപ്പോൾ നീ ഇന്ന് ഫ്രീ ആണോ, അതുപോലെ തന്നെ ഇവിടെ രാവിലെ തൊട്ട് വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എനിക്കിന്ന് ലീവാണ്, നീ എന്നെ പുറത്തൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൈകിട്ട് കടപ്പാട്ടൂരിൽ പോകണം, ജോലിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ കടപ്പാട്ടൂരിൽ പോകണം എന്ന് പറയുമ്പോൾ തന്നെ കമല ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ എന്തിനാണ് പോണത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ആരെ കാണാനാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നീ ഇവളെയും കൊണ്ട് പുറത്ത് പോയി ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൗണൊക്കെ കണ്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അതുപോലെ തന്നെ ഇവിടുത്തെ ടൗണൊക്കെ കണ്ട് മടുത്തിട്ടാണല്ലോ ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളതും എന്നൊക്കെ അനന്യ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ആകാശവും അതുപോലെ തന്നെ നല്ല തണുപ്പും കാറ്റൊക്കെ ഉള്ള സ്ഥലം വേണമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇഞ്ചിക്കക്കല്ല് പോയാലോ, അവിടെ ആകുമ്പോൾ മഞ്ഞും ഇതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടതെന്ന് പറയട്ടോ. അപ്പോൾ അങ്ങനെ ആവാം എന്ന് പറയുന്നുണ്ട്. പിന്നെ മനു ആണെങ്കിലും റെഡി ആയിട്ട് വരാമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്ന് അറിയട്ടോ. അപ്പോൾ വിശക്കുന്നുണ്ടോയെന്ന് അനന്യയോട് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ അസുഖം തീരെ ഇല്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു അത് നന്നായി എന്ന് പറഞ്ഞിട്ട് എന്തായാലും പിന്നെ മനു ആണെങ്കിലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കമല അനന്യനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്, വിശേഷമൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ്. പിന്നീട് ഹരീനെയാണ് കാണിക്കുന്നത്. ഹരി അലീനേനെ ട്രാപ്പിലാക്കാനുള്ള എന്തോ ഒരു ലഹരി മരുന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെന്തോ ടാബ്ലറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കുന്നുണ്ടായിരുന്നു, ഒരു പൊടിയാണ് കേട്ടോ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കോളിലാണെങ്കിൽ രോഹിത്തും ഉണ്ട്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു ഇതൊരെണ്ണം അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 30 മില്ലി, ഇതൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു 30 മില്ലി അകത്ത് ചെന്നിട്ടുണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു 2 കവള് അകത്ത് ചെന്നാൽ തന്നെ ആളങ്ങ് കുഴഞ്ഞു വീണോളും എന്ന് പറയാണ് കേട്ടോ. നാവും മാത്രമല്ല ശരീരം മൊത്തം കുഴയും, പക്ഷേ ആൾക്ക് നല്ല ബോധം ഉണ്ടാവും, നടക്കുന്നതെല്ലാം അറിയാൻ പറ്റും എന്നൊക്കെ പറയാണ്. എങ്ങനെയുണ്ട് ഈ സാധനം എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത്താണെങ്കിലും കോള് കട്ട് ചെയ്തിട്ട് പിന്നെ വോയിസ് നോട്ട് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രോഹിത്തിനാണെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ അതെങ്ങാനും കഴിച്ചിട്ട് അവൾ ഇങ്ങനെ ചത്തുപോയിട്ടുണ്ടെങ്കിലോ, അത് മാത്രമല്ല പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഡോസ് കൂടിയിട്ട് അവൾ ഒരു 10-11 മണിക്കൂർ ഇവിടെ കിടന്ന് ഉറങ്ങിയാലും നമുക്കതും പ്രശ്നമല്ലേ എന്നുള്ള സംശയങ്ങളെയാണ് കേട്ടോ അങ്ങനെ ഹരിനോട് രോഹിത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു നീ അതോർത്ത് ടെൻഷനാവൊന്നും വേണ്ട, അത് ഡോസ് കൂടാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് നീ ഇങ്ങനെ ഡേറ്റ് അടക്കം അങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തോ എന്ന് രോഹിത്ത് പറയുന്നുണ്ട് കേട്ടോ. ഒരു കൈ നോക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും കോളൊക്കെ കട്ട് ചെയ്ത് ചാറ്റൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് വൈജയന്തി ബാങ്കിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് കേട്ടോ മനു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം മനുവിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. മനു ആണെങ്കിലും അങ്ങനെ മുത്തശ്ശിയും അതുപോലെ തന്നെ വൈജയന്തിയും കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നല്ലോ പ്ലാസ്റ്ററൊക്കെ മാറ്റി കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അമ്മ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറയും. പിന്നെ ഞാനിപ്പോൾ തന്നെ തിരിച്ചു പോകും, മുത്തശ്ശീനെ ഒന്ന് കാണണം, മുത്തശ്ശിക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കണം എന്ന് പറയും കേട്ടോ. എന്നിട്ട് വേറെ ഒന്നുമല്ല, അപ്പോൾ വൈജയന്തി ഒരു സംശയത്തോടു കൂടി നോക്കുമ്പോൾ
പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഒരു മൊബൈൽ ഫോണാണെന്ന് പറയും കേട്ടോ. ഓ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം കൂടെ ഉള്ളൂ അമ്മയ്ക്ക്, ആരെ വിളിക്കാനാണെന്ന് ചോദിക്കും കേട്ടോ. അമ്മയ്ക്ക് ആരെ വിളിക്കാനുള്ളതെന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ആരെയും വിളിക്കാനില്ലെങ്കിൽ എന്നെ വിളിച്ചോട്ടെ, എനിക്ക് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അറിയാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് മുത്തശ്ശിയുടെ കാലൊക്കെ സുഖമായോ എന്ന് ചോദിക്കുമ്പോൾ നീ ഏതായാലും നേരിട്ട് വന്നതല്ലേ, നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. എനിക്ക് നിന്നെ പോലെ ഒരു ലാപ്പ് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മുന്നിൽ ഇരുന്നാൽ പോരാ, ഒരുപാട് ജോലിയുണ്ട്, സൈറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി യാത്ര പറഞ്ഞു പോകും കേട്ടോ. മനു അകത്തേക്ക് ചെന്ന് മുത്തശ്ശി കിടക്കുന്ന ഡോറിന് തട്ടുമ്പോൾ അലീനയാണ് ഡോറ് തുറക്കുന്നത്. ഓ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കട്ടോ. അപ്പോഴേക്കും മോനെ മനു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വിളിക്കുന്നുണ്ടായിരുന്നു. അല്ല, മുത്തശ്ശിയുടെ കെയർ ഗീവർ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകാമെന്ന് പറയാൻ പറ്റില്ലല്ലോ, എപ്പോഴാണ് പറഞ്ഞു വിടുകയെന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇപ്പോഴും ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു ആയുർവേദത്തിൻ്റെ മണമാണല്ലോ ഈ റൂം മുഴുവൻ, ഇപ്പോഴും മുത്തശ്ശി ഓടി നടക്കുന്നതിന് പകരം ഇങ്ങനെ തൈലും കുഴമ്പൊക്കെ തേച്ച് ഇങ്ങനെ കിടക്കുകയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് മുത്തശ്ശി വീണ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നടുവിന്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പിന്നീട് അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. കൊല്ലപ്പള്ളിയിൽ നിന്ന് അവർ തിരിച്ചു വന്ന ശേഷം അലീനെ പിടിക്കാൻ ചെന്നപ്പോൾ വൈജയന്തി പിടിക്കാൻ സമ്മതിച്ചില്ലല്ലോ, ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ മുത്തശ്ശി പറയുന്ന സമയത്ത് അങ്ങനെ മുത്തശ്ശി എഴുന്നേറ്റ് നടന്നാലും പിന്നെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മുത്തശ്ശി ഒറ്റയ്ക്ക് നടക്കാനൊക്കെ തുടങ്ങി. മുത്തശ്ശിക്ക് ആരുടെ സഹായം വേണ്ട എന്നുണ്ടെങ്കിൽ എന്തായാലും ആൻറ്റി ഇങ്ങനെ അലീനെ അവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പറയുകയാണ് കേട്ടോ. ആൻറ്റിയുടെ കണ്ണിലെ കരടാണല്ലോ അലീന എന്ന് പറയുമ്പോൾ നീ പറഞ്ഞത് ശരിയാണെന്ന് മുത്തശ്ശി പറയൂ കേട്ടോ. പിന്നീട് അലീനയോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇവിടെയും ഇങ്ങനെ അലീനയ്ക്ക് സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും പറ്റില്ല, അത് ഇനിയിപ്പോൾ കെയർ ഗീവറായിട്ട് എവിടെ പോയാലും അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ട് നന്നായിട്ട് പഠിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാനും രേവതിക്കുട്ടിയൊക്കെ പഠനം നിർത്തിയത് പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, സാമ്പത്തികം ഒരു പ്രശ്നമാണല്ലോ, അപ്പോൾ അത് പറയുന്ന സമയത്ത് ഞാനും ഒരു കൈ സഹായിക്കാമെന്ന് എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ച് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലിയാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെയാണ് അലീനയോട് മനു പറയുന്നത് കേട്ടോ. മനു അങ്ങനെയൊക്കെ പറയുന്ന സമയത്താണെങ്കിലും അലീന അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അലീനയോട് മനു ഇങ്ങനെ അലീനേനെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ തുറന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കണ്ടപ്പോഴേ ഇങ്ങനെ ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്, പിന്നെ സംസാരിക്കാനൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് അലീനയാണെങ്കിലും മനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള ആളുകളെ മനുവേട്ടന് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് രോഹിത്താണെങ്കിലും കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് രോഹിത്തിനോട് അവിടെ നിൽക്കാനായിട്ട് മനു പറയാണ് കേട്ടോ. എന്നിട്ട് നീ വിളിക്കാറുണ്ടോ, ഹരി നിന്നെ വിളിക്കാറുണ്ടോ എന്നൊക്കെ രോഹിത്തിനോടും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രൊമോയിൽ ഇത്രയൊക്കെയാണ് കാണിച്ചത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്